മസ്താനിയുമായിട്ട് രേണു സുധിയുടെ വഴക്കിന് ശേഷം ഉള്ള ലൈവാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ രാത്രി തന്നെ മസ്താനിയുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പം ഈ രേണു സുധിയെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ ശരത്ത്, അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ അവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ അക്ബർ, അവരുടെ കൂടെ ശൈത്യ, അതുപോലെ തന്നെ രന ഫാത്തിമ, ഇത്രയും പേരും കൂടി ഇരുന്ന് വർത്താനം പറയുകയാണ്. എന്താണ് പ്ലാൻ? മസ്താനിയെ രാത്രി പണിയണം, ഇതാണ് അപ്പാനി പഠിപ്പിച്ചിരുന്നത്. അപ്പാനി ശരിയാക്കണം, രാത്രി ശരിയാക്കണം. രേണു ചേച്ചി എന്തോ, അക്ബർ പറയാം, രേണു ചേച്ചി എന്തോ, രേണു ചേച്ചി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, രേണു ചേച്ചി ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തു. ഈ മസ്താനി ചേച്ചിയെ ട്രിഗർ ചെയ്യാൻ നോക്കിയപ്പോൾ മസ്താനി ചോദിച്ചു, ആദ്യം രേണു സുധിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് പറയും. രേണു സുധി പറഞ്ഞു, രേണു സുധി വിധവാ കാർഡ് ഇറക്കുന്നു എന്ന് മസ്താനി പറഞ്ഞപ്പോൾ, ഞാൻ വിധവാ കാർഡ് ഇറക്കുന്നില്ല, ഞാനൊരു വിധവയല്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ രേണു സുധിയെ കൊല്ലം സുധി വിവാഹം കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നീ സുധിച്ചേട്ടൻ്റെ പേര് പറയരുത്, സുധിച്ചേട്ടൻ ഇതിനകത്തേക്ക് വലിച്ചടിക്കരുത്, ഞാനല്ലല്ലോ വലിച്ചഴിച്ചത്, നിങ്ങളെല്ലാം 24 മണിക്കൂർ ഇവിടെ 72 ക്യാമറയുടെ മുന്നിൽ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മസ്താനി ചോദിച്ച കാര്യമാണ്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാനാണ് വലിച്ചഴിച്ചത്, അപ്പം നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങൾ വിധവയല്ലെന്ന്. അപ്പോൾ സുധിച്ചേട്ടൻ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലേ ചോദിച്ച ചോദ്യം കറക്റ്റ് ചോദ്യം. അപ്പോൾ ഉടനെ പറയുവാണ്, ഞാൻ സുധിച്ചേട്ടൻ എൻ്റെ കുട്ടികളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? സാധാരണ നമുക്ക് തോന്നുന്ന കാര്യമാണ്, മാനസിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. സുധിച്ചേട്ടനെ നീ ഒന്നും പറയുന്നത്. അപ്പോൾ സുധിച്ചേട്ടനെ നീയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് നിങ്ങളില്ലേ, നിങ്ങളിപ്പോൾ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിലപാട്, നിങ്ങൾ എന്താണ് സ്റ്റാൻഡ്? അപ്പോൾ പറയാം, ഞാനിപ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ചിരിക്കാതാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലായല്ലോ. ഈ രാത്രി 12 മണിക്ക് ഞാനിപ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. രാത്രി 12 മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞതല്ല. എന്നാലും ഒരു സ്ത്രീയോട് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ഇത് കൂടുതൽ അന്വേഷിക്കുന്നത്, നിന്നോട് എനിക്ക് ഈ കാര്യങ്ങൾ താല്പര്യമില്ല, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് തീർത്ത് പോകാനുള്ളത്. ചുമ്മാതെ വീണ്ടും കൊല്ലം സുധിയുടെ പേര് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ഇവരോട് ഇതുവരെ ആരും തിരിച്ച് പറയാത്തത് കൊണ്ട് അവർക്ക് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. കാരണം തകർന്നടിഞ്ഞ് എന്ത് പറയണം, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. കാരണം ഇവരുടെ പുറത്തുള്ള മുഖം കൊണ്ടുവരിക. പുറത്തുവരെങ്ങനെയായിരുന്നു സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ സംസാരിച്ച് നിൽക്കട്ടെ, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമല്ലോ, കോണ്ടന്റ് കൊണ്ടുവരട്ടെ. സ്ക്രീൻ സ്പേസ് അല്ലാണ്ട് ഈ പേന ഇങ്ങനെ പിടിച്ച്, ഞാൻ മുമ്പിൽ ഇട്ട വീഡിയോ നിങ്ങൾ പോയി കാണും, പേന പിടിച്ചു വെച്ച് കൊല്ലുവാണ് ഈ 24 hours. ഇന്നലത്തെ ലൈവിൽ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിന് തൊട്ട് മുന്നേ ഈ ഒരുങ്ങി നിന്നല്ലോ, എല്ലാം ഫ്രോക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം കൊച്ചു പിള്ളേർ 15 വയസ്സുള്ള കുട്ടികളിടുന്നുണ്ട്. അത് പിന്നെ ഓരോരുത്തരുടെയും അവരവരുടെ ഇഷ്ടമാണ്, അവരുടെ ഡ്രസ്സിങ്. കാരണം വണ്ണമില്ലാത്തതുകൊണ്ട് ഫ്രോക്ക് ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിലൊക്കെ ഫ്രോക്കുകൾ ഉടുപ്പിടുന്ന ആൾക്കാരാണ്. കാരണം നൈറ്റി ഇടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ നൈറ്റി ഇട്ടിട്ടില്ല. ഈ മീൻസ് രാത്രി നൈറ്റി അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പോലുള്ള ആൾക്കാർ ഫ്രോക്കോ അല്ലെങ്കിൽ പാൻറ്റ് ഉടുപ്പോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. എന്നാലും ഇതേപോലെ റിയാലിറ്റി ഷോയിലുള്ള എല്ലാ പിള്ളേരും, എല്ലാ സ്ത്രീകളും നല്ല ഫുള്ള് വസ്ത്രങ്ങൾ ധരിക്കും. ഇതേമാതിരി കൊച്ചു പിള്ളേരെ പോലെയുമ്പോൾ അത് തന്നെ മെച്യൂരിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യുന്നു. എന്നിട്ട് പറയുന്ന 2 മക്കളുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ പോട്ടെ. അപ്പോൾ എന്തായാലും അവിടെ ഭയങ്കരമായിട്ട് ഇന്നലെ തന്നെ ആ ഒരു ലൈവ് തൊട്ട് മുമ്പ് ലൈവിന് ലാലേട്ടൻ്റെ ആ എപ്പിസോഡിന് തൊട്ട് മുന്നേ ഇവർ കാണിക്കുന്നത് നൂറായും ആദിലയും എല്ലാവരും അവിടെ ഇരിക്കുന്നു, ശൈത്യമൊക്കെ. അപ്പം ഈ തൊട്ടിപ്പുറത്ത് പോയിരുന്ന് ആ കണ്ണാടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ മുടി ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പിച്ചുന്നു. ഈ മുടിയിൽ ഇങ്ങനെ പിച്ചിയാൽ കിട്ടുമോ പേൻ? എനിക്കത് അറിയില്ല കേട്ടോ. നമ്മുടെ തലയിലൊന്നും പേനൊന്നും പിടിക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല. പേനുള്ളവർക്ക് അത് അറിയായിരിക്കും കഷ്ടം, പേനുള്ളവർക്കെല്ലാം എൻ്റെ ബുദ്ധിമുട്ടറിയും. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയാണെന്ന് മനസ്സിലാക്കാതെ അവിടെ പോയിരുന്ന് പേൻ പിടിക്കുന്നു. ബിഗ് ബോസ് ആ പേന എടുത്തു വെച്ചത് തലേന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ നിങ്ങളെ തല കാണിക്കുന്നില്ലേ, ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ പിടിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നു. ദൈവം. എന്നിട്ട് ആ പേന ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഉടനെ ഇവിടെ ഇരുന്ന് ആദില പറയുന്ന സൗണ്ട്, കിട്ടി എന്നിട്ട് അയ്യോ പോയി, അല്ല കിട്ടി, പിടിച്ച് ആദില പറയുന്ന അതിൻ്റെ കമൻട്രി പറയുന്നു. രേണു സുധി ഇവിടെ നിന്ന് പേൻ പിടിക്കുന്ന സമയത്ത് ആദില അപ്പുറത്തിരുന്ന് നോക്കിക്കൊണ്ടിരുന്ന് കമൻട്രി പറയുന്നു. എന്നിട്ട് പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ പൊട്ടിക്കുന്നു, ഇങ്ങനെ വിരൽ വെച്ച് പൊട്ടിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വീണ്ടും അത് ഒരെണ്ണമാണോ, കുറേ നേരത്തേക്ക് കുറേ പ്രാവശ്യം ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. ഇതൊക്കെ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ ആണ്. എന്തോരം ആൾക്കാർ കാണുന്നതിന് ഒരു വൃത്തിയും വെടിപ്പൊക്കെ വേണ്ടേ? പ്രത്യേകിച്ച് അത് ഈ കാര്യമായിട്ട് പറയുന്നത്, ഞാൻ വിധവകൾക്കും
എന്താ പറയുക, സിംഗിൾ മദേഴ്സിന് വേണ്ടിയിട്ട് വന്ന വ്യക്തിയാണെന്ന് ഞാൻ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് എനിക്ക് റിഹേഴ്സലുണ്ടായിരുന്നു. ഞാൻ സിംഗിൾ മദേഴ്സിനും വിധവകൾക്കും വേണ്ടി വന്ന ആളാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നാണക്കേടല്ലേ? ഈ സിംഗിൾ പാരൻസിനും നാണക്കേട്, എല്ലാവർക്കും നാണക്കേട്. ഇവർ എന്തോ ഒരു വൃത്തികേടാണ് കാണിക്കുന്നത്. ഇവർക്ക് പേൻ ചീക്കി കൊല്ലണമെങ്കിൽ വല്ല ബാത്റൂമിലോ ആ ഒരു ഏരിയയിലോ പോയിരുന്ന് പേൻ ചീക്കി കൊന്നൂടെയോ? ഇവരിങ്ങനെ ലിവിങ് ഏരിയയിലൊക്കെ വന്നിരുന്നു ക്യാമറയുടെ മുന്നിൽ ലിവിങ് ഏരിയയിൽ വന്നിരുന്നു ഇത് തന്നെ ചെയ്യുന്നത്. വോട്ട് ചോദിക്കുകയാണ്, പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നു, പ്രേക്ഷകര് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെല്ലാം എനിക്ക് വോട്ട് തരണേ എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പം അപ്പാനിയും എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര കൂടിയാലോചന. എന്നിട്ട് പറയണം, അപ്പാനി ഇപ്പോൾ പറയുകയാണ്, ചേച്ചി അടിപൊളിയായിരുന്നു, ചേച്ചി അടിപൊളിയായിരുന്നു ചേച്ചി. എന്നിട്ട് ജിഷിൻ്റെ ഒക്കെ മുമ്പേ നിന്ന് അപ്പാനി പറയുകയാണ്, അവരൊരു വിധവയായ സ്ത്രീ അല്ലേ, അവർ പാവപ്പെട്ട സ്ത്രീ, എന്തിനാണ് മസ്താനി അങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പം അത് ജിഷിൻ പിന്നീട് ഇരുന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്തായാലും അക്ബറും ശരത്തും ഇവരെല്ലാവരും ഇരുന്ന് കൂടിയാലോചിച്ചിട്ട് അപ്പം പറയുന്നു, അപ്പോൾ ഇപ്പം മനസ്സിലായി എനിക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണ്, അപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്താണ് അവൾ വന്നിരിക്കുന്നത്, ഈ മസ്താനിയെ ശരിയാക്കും, എന്നെ എനിക്കിപ്പം സമാധാനമായി, എനിക്ക് സന്തോഷമായി മക്കളെ. എങ്ങനെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നെ ടാർഗറ്റ്, അപ്പം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, അപ്പോൾ അത് തകർക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ഇരുന്ന് പറയുന്നു. ആരെങ്കിലും ഒരാളെങ്കിലും ഈ കള്ളം പൊളിച്ചടുക്കണ്ടേ? ഒരുപാട് പ്രേക്ഷകർ ഈ കള്ളം കൊണ്ട് മടുത്ത ഒരുപാട് പേര് പുറത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഒന്ന് പോയി പറയണ്ടേ? ഇതൊക്കെ പറയാൻ വിചാരിച്ചെന്താണ്? ഇവരാരാണ്? ഇവർ പറയുന്ന കള്ളം നമ്മൾ പൊളിച്ചടക്കിയില്ലേ പിന്നെ എന്താണ്? ഗെയിമല്ലേ? ഇവരല്ലാണ്ട് വിധവാ കാർഡ് വായിച്ചുകൊണ്ട് വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് അവിടെ വന്നിരിക്കുവാണോ? കുറേ ദിവസമെങ്കിലും മാക്സിമം പോവാ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ രേണു സുധിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്താണെന്ന് 10 പേർ അറിയണ്ടേ. ഒരു ദിവസം മാത്രം അനീഷിനോട് ചാടുന്നത് നമ്മുടെ ബീന ആൻ്റണി ചേച്ചി ഉണ്ടല്ലോ, ബീന ആൻ്റണി, അവർ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡിനും കൂടി മനിച്ചേട്ടനും കൂടി. പിന്നെ അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി എന്നിട്ട് അപ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് ജിഷിൻ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ നൂറായോടും അതുപോലെ തന്നെ ഷാനവാസിനോടും പറയായിരുന്നു, ഈ മസ്താനി എന്തിനാണ് വെറുതെ കോണ്ടന്റ് ഉണ്ടായി കൊടുക്കുന്നത്? ഇവർക്കാണെങ്കിൽ ഒന്നുമില്ല, ഇവരെ നമുക്ക് എടുത്ത് ഉടുക്കാനാണെങ്കിൽ 100 കണക്കിന് കാര്യങ്ങളാണ് ഇവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതങ്ങോട്ട് എടുത്ത് വെച്ച് ഉടുത്താൽ മതി. ഇവരെന്തായാലും ഈ ആഴ്ച പോകും, ഒരാഴ്ചയും കൂടി അവർ നിൽക്കത്തുള്ളൂ, അവരെല്ലാം പുറത്തെടുത്തിടും, അവർ തീർന്ന്. പിന്നെ എന്തിനാ ഈ ഒരാഴ്ച നിൽക്കുന്നവരോട് എന്തിനാ ഇങ്ങനെ എതിർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പോണത്? വല്ല കാര്യവും ഉണ്ടോ എന്ന് ജിഷിൻ ചോദിക്കുന്നത്. ജിഷിൻ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ നടന്ന കാര്യം അല്ലെങ്കിൽ യഥാർത്ഥമായ കാര്യം പറയണം. പക്ഷെ ഹൗസിലുള്ളവർ അത് വിശ്വസിക്കുന്നില്ല കേട്ടോ. അനീഷിനോട് പറഞ്ഞത് അനീഷ് വിശ്വസിക്കുന്നില്ല. അപ്പം അനീഷാണെങ്കിൽ കിച്ചണിൽ ചെന്നിരുന്ന് ചുമ്മാ കടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചുമ്മാ കടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കുന്ന ലക്ഷ്മി പറഞ്ഞു, കുറച്ച് മാറി നിൽക്കുക, നിങ്ങളുടെ തുപ്പൽ തെറിക്കുന്നു. ഇവരെല്ലാം പറഞ്ഞു നോക്കി. ജിഷിൻ ഒരുപാട് തവണ പറഞ്ഞു, അനീഷ് മിണ്ടാതിരിക്കുക, അനീഷ് നിങ്ങൾ മാറി നിന്ന് സംസാരിക്കുക, കുറച്ച് മാറി നിന്ന് സംസാരിക്കുക. എവിടെ അനീഷ് അവിടെ തന്നെ നിന്നു. അപ്പം അത് ശരിയല്ല അനീഷ്. കറക്റ്റായിട്ട് നമുക്കൊരു തോന്നൽ വേണം. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടു എന്നൊന്നും വിചാരിക്കേണ്ട. തുപ്പൽ തെറിക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഭയങ്കര ഉച്ചത്തിൽ സംസാരിച്ചാൽ നമ്മുടെ വായിൽ നിന്ന് തുപ്പൽ തെറിക്കും. നമ്മുടെ വായിൽ ഉമിനീര് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്വാസം വിടാതെ സംസാരിക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ തുപ്പൽ ഇറക്കുവാണെങ്കിൽ നമ്മുടെ വായിലുള്ള തുപ്പൽ നമ്മൾ ഉള്ളിലേക്ക് ഇറക്കും. പക്ഷേ നമ്മൾ ശ്വാസം വിടാതെ നമ്മളിങ്ങനെ തുപ്പലൊന്നും ഇറക്കാതെ സംസാരിക്കണം, നമ്മുടെ വായിൽ ചില ആൾക്കാരുടെയെങ്കിലും തുപ്പൽ കിട്ടും. അപ്പം തുപ്പൽ ഇങ്ങനെ നിറയും. അപ്പോൾ അത് പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുമല്ലേ, നമുക്ക് ചെറുതായിട്ട് പാട്ട് പാടും. അപ്പോൾ പറയാം ഫുഡ് ഉണ്ടാക്കുന്നത് സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കണം, പക്ഷെ അലറിക്കൊണ്ടല്ല ഫുഡ് ഉണ്ടാക്കണം. അത് അനീഷ് മനസ്സിലാക്കണം. അനീഷിനെ നമുക്ക് ഇഷ്ടമാണ്. അനീഷ് കപ്പ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളിൽ ആണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷ് അതൊക്കെ ശ്രദ്ധിക്കേണ്ട നമ്മളിവിടെ നിന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം മാത്രം അപ്പം ജിഷിൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാത്ത നിങ്ങൾ തൊട്ട് മുന്നേ നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾ കുറച്ച് മാറി നിന്ന് നിങ്ങൾ ഇഷ്ടംപോലെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ ആദ്യത്തെ ആഴ്ചയിൽ വളരെ നന്നായിട്ട് കളിച്ച ഒരാളാണ്, പിന്നീട് നിങ്ങൾ മോശമായിട്ട് കളിച്ചു. സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ് ജിഷിൻ പറഞ്ഞത്. ആദ്യത്തെ വീക്കിൽ നിന്നും പിന്നെ നോമിനേഷൻ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും എല്ലാവരും കയറി എന്താ പറയുക, അനീഷിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അനീഷ് കുറച്ച് താന്നു പോയി. അപ്പോഴത്തേക്ക് ആ ഇടവേളയ്ക്കാണ് ഷാനവാസ് കയറിപ്പോയത്. അപ്പോൾ പുതിയ വൈൽഡ് കാർഡ്സ് വന്നിരിക്കുകയാണ്. ആർക്കും കയറാനുള്ള ഒരു അവസരം കൊടുക്കാതെ കളിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷ് നന്നായിട്ട് കളിക്കണം എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. എല്ലാവരും സംസാരിച്ചു. ആ ലക്ഷ്മി എന്ന് പറയുന്ന അവരും സംസാരിച്ചു. അവരന്ന് ഫുഡ് ഉണ്ടാക്കിയ കാരണം നമ്മുടെ ജിസയിൽ ഇന്ന് ജയിലിലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും രേണു സുധിയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, രേണു സുധി ഇപ്പം ലൈവില് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ നൂറ അവിടെ ഇരിപ്പുണ്ട്, ഷാനവാസ് അവിടെ ഇരിപ്പുണ്ട്, ആദില വന്ന് കുറച്ചടുത്തിരുന്നു. മറ്റുള്ളവരൊക്കെ അവിടെ ഇടയ്ക്ക് മനിമോൾ എന്തോ തുണി കഴുകാനും തുണി കഴുകിയൊക്കെ ഇടുന്നുണ്ട്. രാത്രി ഇപ്പോൾ 10-11 മണിയായില്ലേ. അപ്പോൾ ഇതാണ് എന്തായാലും രേണു സുധിക്ക് നല്ലോണം കിട്ടി. പക്ഷേ രേണു സുധി വിചാരിക്കുന്നത് പുറത്തെങ്ങാണ്ട് വലിയ സപ്പോർട്ടായിരുന്നു. എന്തായാലും നാളെ ഇതിൻ്റെ ബാലൻസ് ഉറപ്പായിട്ടും കാണാം. രേണു സുധി വീണ്ടും പുറത്ത് വന്ന് പറയണം ഞാൻ അപ്പം അപ്പാനെ ചോദിച്ചു ചേച്ചി അങ്ങനെ പറഞ്ഞോ, എല്ലാവരെയും വിധവകളെ എല്ലാം പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ വിധവകളെയും കേരളത്തിലുള്ള സകല വിധവകളെയും സിംഗിൾ മദേഴ്സിനെയും പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നത്, അത് കുഴി വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം എടുത്തിട്ട് അലക്കും രേണുസുതി ഉള്ളത് പറയാമല്ലോ. ഞാനൊക്കെയാണെങ്കിൽ രേണുസുതിയുടെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. കാരണം ആവശ്യമില്ലാതെ എന്തിനാ വെറുതെ അവരുടെ കളിക്കുക പുറത്തു പോവുകയോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കാരണം കളിക്കുന്നില്ലല്ലോ. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉടുക്കും, തീർച്ചയായിട്ടും ഉടുക്കും. കാരണം ഒരു സിംഗിൾ പാരൻറ്റിനെയും ഒരു സിംഗിൾ മദറിനെയും പ്രതികരിച്ചല്ല നിങ്ങളവിടെ ചെന്ന്. നിങ്ങൾ ഇവിടെ വന്ന് കിടന്ന് കുറേ പേക്കൂത്ത് കാണിച്ച് കുറേ ആണുങ്ങളെ കൂടെ കെട്ടിമറിഞ്ഞ് ആൽബവും ചെയ്ത് റീലും അടിച്ച് വല്ലവരെയൊക്കെ ചീത്തയും വിളിച്ച് വല്ലവരെ തെറിയും വിളിച്ച് എന്ന് പറഞ്ഞാൽ സഹായിച്ച ആൾക്കാരെയൊക്കെ വളരെ മോശമായിട്ട് തെറി വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് ഫെയിമായി പോയ ഒരു സ്ത്രീയാണ്. അല്ലാണ്ട് പിന്നെ ഈ ലോകത്തിലുള്ള വിധവകളെയും ഒരുപാട് വിധവാ സ്ത്രീകൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ജീവിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിധവകളെയും ഒരു സിംഗിൾ മദേഴ്സിനെയും പ്രതികരിച്ചല്ല രേണുസുതി പറയുന്നത്. രേണുസുതിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ഫെയിം സോഷ്യൽ മീഡിയയിൽ കുറേ വിവരമില്ലാത്ത വിവരം കിട്ട കുറേ യൂട്യൂബേഴ്സിനെയും കൂടെ കൊണ്ട് നടന്ന് നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കിയിട്ട് പോയ ആളാണ്. എന്ന് പറഞ്ഞാൽ വെറും വിവരക്കേട് വിളിച്ച് പറഞ്ഞ് സഹായിച്ച ആൾക്കാരെ എല്ലാം തന്തയ്ക്ക് വിളിച്ചും ബിഷപ്പിനെ തന്തയ്ക്ക് വിളിച്ചും അതേ കണക്ക് പിന്നെ വീട് വെച്ച് കൊടുത്ത ആളെ തന്തയ്ക്ക് വിളിച്ചും മതിൽ കെട്ടിക്കൊടുത്ത മറുനാടനെ തന്തയ്ക്ക് വിളിച്ചും ചീത്ത വിളിച്ചും ഒക്കെ രേണുസുതി നെഗറ്റീവ് ഫെയിമായിട്ട് ബിഗ് ബോസിലേക്ക് കയറിപ്പോയ ഒരാളാണ്. അതുകൊണ്ട് സിംഗിൾ മദേഴ്സിനെയും വിധവകളെയും പ്രതികരിച്ച് പോയ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വലിച്ചു കയറും, എടുത്തിട്ട് ഉടുക്കും ഞാൻ. കാരണം ഒരുപാട് പറയാനുണ്ട്, ഇഷ്ടം പോലെ പറയാനുണ്ട്. ഞാൻ എടുത്തിട്ട് ഉടുക്കും. ഞാൻ എങ്ങനെ അരി വാങ്ങിക്കും എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് അരി വാങ്ങിക്കുന്നത് എനിക്ക് നല്ലൊരു പ്രൊഫഷനുണ്ട്. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ അറിയും. ആ പ്രൊഫഷൻ കൂടാതെ ഞാൻ ചിലപ്പോൾ അരി വാങ്ങിച്ചെന്നിരിക്കും, ഞാൻ ചിലപ്പം പിന്നെന്താ പറയുക ബോൺവിറ്റ വാങ്ങിച്ചെന്നിരിക്കും, ചിലപ്പോൾ ഞാൻ അതിനേക്കാട്ട് കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചെന്നിരിക്കും. പക്ഷേ ഞാൻ എടുത്തിട്ട് ഉടുക്കും. അതുകൊണ്ട് ഒരു വിധവകളെയോ ഒരു സിംഗിൾ മദേഴ്സിനെ പ്രതികരിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുക്കും, ഉറപ്പാണ്. ഇത് ഹൗസിനുള്ളിൽ പറയുന്ന എല്ലാം പുറത്ത് പ്രതിഫലിക്കും. പിന്നെ ഏതെങ്കിലും തിണ്ടി വിവരം കെട്ട വിവരദോഷി നാറി ചെറ്റ PR എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വിവരം അറിയുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമില്ല എന്ന് പറയും. അല്ലാണ്ട് തെറി വിളിക്കുകയോ മാന്യമായിട്ടല്ലാതെ തെറി വിളിക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നല്ല ശരിക്ക് കിട്ടുകയും ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് ബിഗ് ബോസ് തീരാൻ കാത്തിരിക്കാൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്.